കഥയെ ആരംഭിക്കുന്നത് ചൂങ്യുയി എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ചൂങ്യി കൊറിയയിലെ ഒരു പോപ്പ് സിംഗർ ആയിരുന്നു. അവിടെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഒക്കെയുള്ള ഒരു ഐഡലാണ് അവൻ. വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനും. അന്ന് ഒരു ദിവസം തന്റെ ആൽബം ഷൂട്ടൊക്കെ കഴിഞ്ഞ് മാനേജറുടെ കണ്ണിൽപ്പെടാതെ മുങ്ങി അവനൊരു ക്ലബിലെത്തി. ക്ലബിൽ അവൻ പരമാവധി എൻജോയ് ചെയ്തു. ഒരു ഘട്ടത്തിൽ മാനേജർ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതും മാനേജറുടെ കണ്ണിൽപ്പെടാതെ ക്ലബിൽ നിന്ന് മുങ്ങുവാൻ അവൻ ശ്രമിക്കുകയാണ്. ഒളിച്ച് രക്ഷപ്പെടാനുള്ള ഈ ശ്രമത്തിനിടയിൽ മറ്റു ചിലരുടെ ദേഹത്തേക്ക് ചൂങ്യുയി ഇടിച്ചു കയറിയിരുന്നു. അതിൽ ചിലർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത് ഒരു ഫൈറ്റിലേക്ക് നയിക്കുകയാണ്. ക്ലബിൽ വെച്ച് ശക്തമായ ഫൈറ്റ് നടന്നു. അതിന്റെ പേരിൽ ചൂങ്യുയിക്ക് വിചാരണ നേരിടേണ്ടി വരികയും ഒടുവിൽ ശിക്ഷാവിധി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു. ഒരു ഹോസ്പിസ് സെന്ററിൽ കമ്മ്യൂണിറ്റി സർവീസിനായിരുന്നു ചൂങ്യുയി വിധിക്കപ്പെട്ടത്. യാത്ര ചെയ്ത് കമ്മ്യൂണിറ്റി സർവീസിന് നിർദ്ദേശിക്കപ്പെട്ട ഹോസ്പിസ് സെന്ററിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്. ചൂങ്യുയി എത്തിച്ചേരുമ്പോഴേക്കും അവിടെ പത്രക്കാരുടെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു. മാനേജറുടെ സാന്നിധ്യത്തിൽ ചൂങ്യുയി അവരോട് സംസാരിച്ചു. താൻ കാരണം നടന്ന കയ്യാങ്കളിയുടെ കാര്യത്തിലും മറ്റും അവൻ പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പപേക്ഷിച്ചു. വൈകാതെ ഹോസ്പിസ് സെന്ററിലെ തന്റെ ദൗത്യത്തിന് ചൂങ്യുയി അകത്തേക്ക് കയറുകയാണ്. അവിടുത്തെ ഹെഡ് നേഴ്സിനെ കണ്ട് അവൻ സംസാരിച്ചു. ഹെഡ് നേഴ്സ് അവിടെ ചുറ്റിക്കാണിക്കാനും ഓരോരുത്തരെ പരിചയപ്പെടുത്താനുമായി ചൂങ്യുയിയെ കൂട്ടിക്കൊണ്ടുപോയി. ഹെഡ് നേഴ്സ് നേരെ അവനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത് അന്ന എന്ന പെൺകുട്ടിയെയായിരുന്നു. ചൂങ്യുയി അവിടെ ജോലി നോക്കുന്ന സമയത്ത്, സർവീസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ വിലയിരുത്തുന്നതും ചൂങ്യുയിയുടെ സർവീസ് ബുക്കിൽ അതൊക്കെ സ്റ്റാമ്പ് ചെയ്യുന്നതും അന്നയായിരിക്കും എന്നാ സിസ്റ്റർ പറഞ്ഞു. പിന്നാലെ അന്ന അവിടുത്തെ കാര്യങ്ങൾ ചൂങ്യുയിക്ക് വിശദീകരിച്ചു കൊടുത്തു. ചൂങ്യുയി അവിടെ പറയുന്ന ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. പ്രഥമഘട്ടത്തിൽ അവന്റെ ജോലി എന്ന് പറയുന്നത് പേഷ്യൻസിന് വരുന്ന ലെറ്റേഴ്സ് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതും അവരുടെ വസ്ത്രം കഴുകുക എന്നതും ക്ലീനിംഗ് ജോലികളിൽ ഏർപ്പെടുക എന്നതുമാണ്. അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ നിയോഗിക്കുന്നത് ചൂങ്യുയിക്ക് ആദ്യമേ വല്ലായ്മ തോന്നിച്ചിരുന്നു. മൊത്തത്തിൽ അവൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി. ഒരു കൊറിയൻ പോപ്പ് സ്റ്റാർ എന്ന സ്റ്റാറ്റസ് ഉള്ള അവന് അതൊക്കെ ചെയ്യുന്നത് വലിയ അപമാനമായി തോന്നിയിരുന്നു. ചൂങ്യി പിന്നാലെ തന്റെ ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. ആ പരിസരം ചുറ്റി നടന്ന് നിരീക്ഷിക്കുമ്പോൾ ഓരോ പേഷ്യൻസും ഈ ലോകത്ത് അതിജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ദൃശ്യങ്ങളും അവർ അനുഭവിക്കുന്ന വേദനകളും ഒക്കെ കണ്ടപ്പോ ചൂങ്യിയുടെ മനസ്സ് മാറുന്നുണ്ട്. അവിടെ ഒറ്റപ്പെട്ട ഒരിടത്തേക്ക് കുറച്ചുനേരം തനിച്ചിരിക്കാൻ ചൂങ്യി പോയി. ആ സമയമാണ് മൂസങ് എന്ന പേരുള്ള അവിടുത്തെ ഒരു പേഷ്യന്റ് ചൂങ്യിയുടെ അടുത്തേക്ക് വരുന്നത്. മൂസങ് ഒരു മുൻകാല ഗ്യാങ്സ്റ്റർ ആയിരുന്നു. ചൂങ്യിയെ കണ്ട മൂസങ് ഒട്ടും മടിക്കാതെ അവനോട് ഒരു സിഗരറ്റ് ചോദിച്ചു. ചൂങ്യിയും മൂസങ്ങിന് അത് എടുത്തു കൊടുക്കുകയാണ്. അടുത്ത ദിവസം ചൂങ്യി ഒഫീഷ്യലായി തന്റെ ഡ്യൂട്ടികൾ ആരംഭിച്ചു. കമ്മ്യൂണിറ്റി സർവീസിന് അവൻ ഹാജരായി. ആദ്യഘട്ടത്തിലെ തന്റെ ജോലികൾ വളരെ വൃത്തിയായി അവൻ ചെയ്യാനും തുടങ്ങി. പേഷ്യൻസിന് അവൻ ലെറ്റേഴ്സ് ഡെലിവർ ചെയ്തു. ഭക്ഷണ സമയത്ത് ഭക്ഷണം പേഷ്യൻസിനായി വിളമ്പിക്കൊടുത്തു. പതിയെയാണെങ്കിലും തന്റെ പുതിയ റൊട്ടീനോട് ചൂങ്യി ഇണങ്ങിച്ചേരുന്നുണ്ടായിരുന്നു. അവന്റെ ദിവസത്തെ ഡ്യൂട്ടികളൊക്കെ കഴിയുമ്പോൾ അവൻ അന്നയ്ക്ക് മുമ്പിൽ ഹാജരാകും. അന്ന അതൊക്കെ വിലയിരുത്തി അവന്റെ സർവീസ് ബുക്കിൽ സ്റ്റാമ്പ് പതിപ്പിച്ച് രേഖപ്പെടുത്തി നൽകും. ചൂങ്യി അന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോ തനിക്ക് ഏർപ്പെടുത്തിയ റെസ്റ്റിംഗ് റൂമിലേക്ക് പോയി. അവിടെ വിശ്രമിക്കുമ്പോ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ശബ്ദം അവന്റെ ചെവിയിൽ പതിക്കുകയാണ്. എവിടെ നിന്നാണെന്നറിയാൻ ചൂങ്യി ഇറങ്ങിച്ചെന്നു. മുന്നോട്ട് ചെന്ന് അവൻ കണ്ടത് അവിടുത്തെ ഒരു സംഘം പേഷ്യൻസ് ചേർന്ന് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു. ഒരു ബാൻഡ് പോലെ അവർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചൂങ്യി അങ്ങോട്ടേക്ക് എത്തി നോക്കി. ബാൻഡിലെ മെമ്പേഴ്സായി അന്നയും മൂസങ്ങും ഹായുൻ എന്ന ചെറിയൊരു പെൺകുട്ടിയും ബോങ്സിക് എന്ന ഒരു മധ്യവയസ്കനുമുണ്ട്. വൈകാതെ അത് ഹോസ്പിറ്റലിൽ നിന്നും ഫോം ചെയ്ത ഒരു ബാൻഡാണെന്നും ഫീനിക്സ് എന്നാണ് ബാൻഡിന്റെ പേര് എന്നുമെല്ലാം ചൂങ്യി മനസ്സിലാക്കി. ജനലിൽ നിന്നും അവർ പെർഫോം ചെയ്യുന്നത് ചൂങ്യി നോക്കിക്കണ്ടു. കുറച്ചു കഴിഞ്ഞ് അവൻ തന്റെ റൂമിലേക്കും മടങ്ങി. പിറ്റേന്ന് പുലർച്ചെ ജോലിക്ക് ഹാജരാകാൻ ചൂങ്യി കുറച്ച് വൈകിയിരുന്നു. വരുന്ന വഴിയിൽ ചൂങ്യി ഹായുവിനെ കണ്ടു. ഹായുൻ ചൂങ്യുമായി സംസാരിച്ചു. ആ സംസാരത്തിലാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. ഹായുണിന് വളരെയധികം മാരകമായ ഒരു രോഗമുണ്ട്. ഒരുപാട് ദിവസങ്ങൾ അവൾക്കിനി ഈ ലോകത്ത് ബാക്കിയില്ല. ഹായുൻ പിന്നാലെ ചൂങ്യിക്കൊപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം
ചുങ്യുയി അവളുടെ ഐഡലായിരുന്നു. അവളുടെ ധൈര്യവും നിഷ്കളങ്കതയും ഒക്കെ നോക്കിക്കണ്ട ചുങ്യി ഉടനടി അവളോടൊപ്പം ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയാണ്. അധികം വൈകാതെ ചുങ്യെ ഒരു കാര്യത്തിന് ദൃക്സാക്ഷിയായി. ആ ഹോസ്പീസ് സെന്ററിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്ന വൃദ്ധയായ ഒരു സ്ത്രീ ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ ചുങ്യുയെ തന്റെ അമ്മയുടെ വിട പറച്ചിൽ ഓർമ്മിപ്പിച്ചു. മുമ്പ് ചുങ്യുയുടെ അമ്മയും ആശുപത്രി കിടക്കയിൽ വളരെയധികം സീരിയസ് ആയി കിടന്നിട്ടുണ്ട്. അന്ന് ചുങ്യുയുടെ അമ്മയെ നോക്കിയതും പരിപാലിച്ചതുമൊക്കെ അവന്റെ അച്ഛനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഓർമ്മകൾ അവൻ അച്ഛനോടുള്ള ദേഷ്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ. അന്ന് ആ വൃദ്ധയുടെ മരണം നോക്കിക്കണ്ട ചുങ്യി കുറച്ച് സമാധാനത്തിന് അവിടെ നിന്ന് തനിച്ചു മാറിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അന്ന അവന്റെ അടുത്തേക്ക് വന്നു. തന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ചുങ്യി അന്നയോട് പറഞ്ഞു. ഈ കെയർ ഫെസിലിറ്റി കഷ്ടപ്പെടുന്ന രോഗത്തോട് മല്ലിടുന്ന ഒരു പേഷ്യൻസിനും ഒന്നും ചെയ്തു നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. പക്ഷേ അന്ന പറഞ്ഞു, ഈ ഫെസിലിറ്റി ചുങ്യി പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നല്ല. ഇവിടെ ഉള്ളവർക്ക് അവരുടെ വീട് പോലെ ഇത് അനുഭവപ്പെടണം. അതിനു വേണ്ടിയാണ് ഈ ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നത്. അത് കേട്ടതും ചുങ്യുടെ ഫ്രസ്ട്രേഷൻ വർദ്ധിക്കുകയായിരുന്നു ചെയ്തത്. രോഗികളായാൽ ട്രീറ്റ് ചെയ്യണം, അല്ലാതെ ഇങ്ങനത്തെ ഫെസിലിറ്റികളിൽ കൊണ്ട് തള്ളുവല്ല വേണ്ടത് എന്ന മട്ടിലായിരുന്നു അവന്റെ വിചാരം. ചുങ്യി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ചുങ്യി പോകുമ്പോ മൂസങ് എതിരിൽ വന്നു. മൂസൻ ചുങ്യുയെ വിളിച്ചു. അവരിരുവരും സംസാരിക്കാൻ തുടങ്ങി. ആ സമയം മൂസങ് ചുങ്യോടൊരു കാര്യം പറഞ്ഞു. തനിക്ക് ക്യാൻസർ ആണെന്ന്, അതും അവസാന ഘട്ടം. ജീവിച്ച കാലത്ത് നല്ല കാലത്ത് തനിക്കാർക്കും ഒരു സഹായവും ചെയ്യാൻ പറ്റിയില്ലെന്നും ചുങ്യോട് ആരോഗ്യം നോക്കണമെന്നും കഴിയുന്ന കാലം അത്രയും മറ്റുള്ളവരെ സഹായിക്കണം എന്നുമൊക്കെ മൂസങ് ഉപദേശിച്ചു. മൂസങ്ങിന്റെ വാക്കുകൾ ചുങ്യുടെ മനസ്സിൽ തൊട്ടിരുന്നു. അവിടെ നിന്ന് പോവാനുള്ള പദ്ധതി അതോടെ ചുങ്യി ഉപേക്ഷിക്കുകയാണ്. അധികം വൈകാതെയായിരുന്നു ആ ഹോസ്പീസ് സെന്ററിലേക്ക് കടപ്പിരിവുകാർ എത്തിച്ചേരുന്നത്. ഹോസ്പീസ് സെന്ററിന് വലിയ ബാധ്യതയുണ്ടായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ്. ഹെഡ് നേഴ്സ് ഡെപ്റ്റ് കളക്ടേഴ്സിനോട് കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ട് അപേക്ഷിച്ചു. ഒച്ചയും ബഹളവും കേട്ട് മൂസങ് അങ്ങോട്ടേക്ക് ചെന്നു. പഴയ ഗ്യാങ്സ്റ്റർ സ്വഭാവം പുറത്തെടുത്ത് കടപ്പിരിവുകാരെ ആക്രമിക്കാൻ മൂസങ് മുന്നിട്ട് ചെന്നെങ്കിലും ഹെഡ് നേഴ്സ് അവനെ തടഞ്ഞു. അന്ന് കടപ്പിരിവുകാർ പോയ ശേഷം ഹോസ്പീസ് സെന്ററിലെ എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. എങ്ങനെ കടം മേടിച്ച പണം തിരികെ കൊടുക്കാം, ബാധ്യതകൾ തീർക്കാം എന്നതിനെ പറ്റിയായിരുന്നു അവിടെ ഡിസ്കഷൻ പോയത്. ആ സമയത്ത് ഒരു ഐഡിയ തെളിഞ്ഞു വന്നു. വൈകാതെ ഒരു TV കോമ്പറ്റീഷൻ വരുന്നുണ്ട്. ആ ടാലന്റ് ഷോയിലേക്ക് ഫീനിക്സ് ബാൻഡിന് അപ്ലൈ ചെയ്ത് വിജയിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അതിലൂടെ ഫീനിക്സ് ബാൻഡിന് പോപ്പുലാരിറ്റി നേടിയെടുക്കാൻ പറ്റിയാൽ പിന്നീട് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ ഹോസ്പീസ് സെന്ററിന്റെ ബാധ്യതകൾ തീർക്കാം. അന്നയും മൂസങ്ങും ബോങ്ഷിക്കും ആ ആശയവും അംഗീകരിച്ച് മുമ്പോട്ട് വന്നു. പക്ഷെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഓഡീഷനിൽ വിജയിക്കണമെങ്കിൽ അവർക്കതിനൊരു ഒറിജിനൽ സോങ് വേണം. അപ്പോഴാണ് ജോലി ചെയ്യുന്നതിനിടയിൽ ചുങ്യി ഹമ്മിങ് ചെയ്യുന്നത് അവർ കേൾക്കുന്നത്. അതോടെ ചുങ്യുയെ കൂടി ബാൻഡിലെ അംഗമാക്കാനും അവനെ കൊണ്ടൊരു ഒറിജിനൽ സോങ് കമ്പോസ് ചെയ്യിപ്പിക്കാനും അവർ ശ്രമം ആരംഭിച്ചു. പല വഴിയിലും അവർ ചുങ്യിയെ സമീപിച്ചെങ്കിലും ചുങ്യി അതിനൊരുക്കമായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, അന്ന ചുങ്യിക്ക് ഒരു ദിവസം 2 സ്റ്റാമ്പ് വരെ ചെയ്തു കൊടുക്കാം, തങ്ങളുടെ കൂടെ നിന്നാൽ എന്നുവരെ ഓഫർ ചെയ്തു. അങ്ങനെ ഒരു ദിവസം 2 ദിവസത്തെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ അത്രയും വേഗം അവന്റെ സർവീസിംഗിലുള്ള ശിക്ഷാ കാലാവധി കഴിയുമല്ലോ. പക്ഷേ അത്തരത്തിൽ എല്ലാവരും പല രീതിയിലും ചുങ്യിയെ തങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടും ചുങ്യി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചായപ്പോൾ അതന്നയെ ദേഷ്യം പിടിപ്പിച്ചു. കൂടുതൽ കഠിനമായ ടാസ്കുകൾ അന്ന ചുങ്യിക്ക് കൊടുക്കാൻ ആരംഭിച്ചു. കഠിനമായ ജോലികൾ. നാളുകളായി ഉറക്കമില്ലാതിരുന്ന ചുങ്യിക്ക് നല്ല ഉറക്കം വരെ കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ചുങ്യിയുടെ അസിസ്റ്റന്റ് കോയിയോ അവനെ കാണാനെത്തിയിരുന്നു. അവരിരുവരും സംസാരിച്ചു. കോയിയോ പറഞ്ഞു, ആ ബാൻഡിനെ സഹായിച്ചൂടെ, അതുകൊണ്ട് എന്തായാലും നിന്റെ ശിക്ഷാ കാലാവധി കുറയ്ക്കാം. ഒരു ദിവസം 2 സ്റ്റാമ്പ് വെച്ച് ചെയ്തു കിട്ടും. നീ ഇപ്പോ ഒരു സോങ് കമ്പോസ് ചെയ്തു കൊടുത്താലും ആ ബാൻഡൊന്നും ഓഡീഷനിൽ വിജയിക്കാൻ പോകുന്നില്ല. ആദ്യഘട്ടത്തിൽ ചുങ്യി അത് പറ്റില്ലെന്ന് പറഞ്ഞു. ആ ബാൻഡ് വിജയിച്ചാൽ വലിയ മീഡിയ അറ്റൻഷനും പോപ്പുലാരിറ്റിയും അവർക്ക് കിട്ടുമെന്നും അത് തന്റെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാം എന്നും അവൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൊയ്യോ കുറച്ചുകൂടി നിർബന്ധിച്ചപ്പോ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചുങ്യി ബാൻഡിനെ സഹായിക്കാം എന്ന് തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ കൊയ്യോ കൊണ്ടുവന്ന ഫയലിൽ നിന്നും പണ്ട് താൻ എഴുതിയ ഒരു പഴയ പാട്ട് ചുങ്യി തിരഞ്ഞെടുത്തു. അത്ര നല്ല ഗാനമൊന്നുമായിരുന്നില്ല. അവനത് ഫീനിക്സ് ബാൻഡ് മെമ്പേഴ്സിന് കൊണ്ടുകൊടുത്തു. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പറായി പ്ലേ ചെയ്യേണ്ടത് എന്നും ചുങ്യി അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു.
അടുത്ത ദിവസം പ്രാക്ടീസ് നടക്കുകയാണ്. ഇതിനിടയിൽ മൂസങ്ങിന് കൃത്യമായി ഡ്രംസ് വായിക്കുന്നതിൽ പ്രശ്നങ്ങൾ പറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ബാൻഡ് മെമ്പേഴ്സിനിടയിൽ തന്നെ ഒരു കശപിശ ഉടലെടുത്തു. ഒടുവിൽ ദേഷ്യപ്പെട്ട് മൂസങ് ഇറങ്ങിപ്പോവുക പോലും ഉണ്ടായി. താൻ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞായിരുന്നു മൂസങ് പോന്നത്. പക്ഷെ പോരുമ്പോ ഹെഡ് നേഴ്സ് കടപ്പിരിവുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി ഒരുപാട് ആളുകളോട് കെഞ്ചുന്നതും അപേക്ഷിക്കുന്നതും മൂസങ് കേട്ടു. അതോടെ മൂസങ്ങിനൊരു വല്ലായ്മ തോന്നി. അന്ന് വൈകുന്നേരം ബോങ്ഷിക്കും ചുങ്ങിയും ഭക്ഷണം കഴിച്ചിരിക്കെ മൂസങ് അങ്ങോട്ടേക്ക് ചെന്നു. രാവിലെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് അവരോട് ക്ഷമ ചോദിച്ചു. വീണ്ടും ബാൻഡിന്റെ ഭാഗമാവാനും മത്സരിക്കാനുമുള്ള തന്റെ ആഗ്രഹവും വെളിപ്പെടുത്തി. ബോങ്ഷിക്കിന് സന്തോഷം തോന്നിയിരുന്നു. ചുങ്ങിയും അതിനെ സമ്മതിച്ചു. വൈകാതെയാണ് ചുങ്ങിയയ്ക്ക് മാനേജറുടെ കോൾ വരുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഒരു ടീം ചുങ്ങിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും സെന്റൻസ് കഴിഞ്ഞാലുടൻ അങ്ങോട്ടേക്ക് പുറപ്പെടേണ്ടി വരും, വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് മാനേജർ പറഞ്ഞു. അതോടെ എങ്ങനെയും തന്റെ സർവീസ് പെട്ടെന്ന് തീർക്കണം എന്ന് ചുങ്ങിക്ക് തോന്നുകയാണ്. ബാൻഡ് മെമ്പേഴ്സിന് അടുത്ത് ചെന്ന് ചുങ്ങി അതോടെ തങ്ങളൊരു ടീമാണെന്നും എന്ത് സഹായവും താൻ ചെയ്തു നൽകാം, തന്നെയും സഹായിക്കണം എന്നാവശ്യപ്പെടുകയാണ്. കൂടുതൽ ആവേശത്തോടെ ചുങ്ങി അവരെ ട്രെയിൻ ചെയ്യിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുമൊക്കെ തുടങ്ങി. അങ്ങനെ വളരെ മികച്ച രീതിയിൽ ഫീനിക്സ് ബാൻഡ് മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പ്രാക്ടീസ് കഴിഞ്ഞപ്പോ ചുങ്ങി അന്നയെയും കൂട്ടി പുറത്ത് ടൗണിൽ പോയി. ഒരു ഗിത്താർ വാങ്ങുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അത്. അന്ന് തിരികെ വരുമ്പോ ചുങ്ങി ഒരു സജഷൻ പറഞ്ഞു. ഫീനിക്സ് ബാൻഡ് അത്തരമൊരു പാട്ട് പെർഫോം ചെയ്യുകയല്ല വേണ്ടത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ പാട്ട് സ്വന്തമായി എഴുതി തയ്യാറാക്കണം. അതിൽ നിങ്ങളുടെ ജീവിതയാത്രയും ഫീനിക്സ് ബാൻഡിന്റെ ഉറവിടവും ഉത്ഭവവും ഒക്കെ ഉണ്ടാവണം. ചുങ്ങി പറയുന്നത് ശ്രദ്ധയോടെ അന്ന കേട്ടിരുന്നു. അവർ സംസാരിച്ചു നീങ്ങുന്നത് ചുങ്ങിയുടെ ചില ഫാൻസ് ശ്രദ്ധിച്ചു. അവരവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. അതോടെ അവർക്ക് അവിടെ നിന്ന് ഓടേണ്ടി വരികയാണ്. ഓടുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണു. ഉടനടി ചുങ്ങി അന്നയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഓർമ്മകൾ ചുങ്ങിയെ പഴയകാലത്തിലേക്ക് വീണ്ടും കൊണ്ടുപോയി. രോഗിയായിരുന്ന അമ്മയെ അതുപോലെ തന്നെ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് ആശുപത്രിയിൽ വെച്ച് കെയർ ഹോമിലെ ഒരു മെമ്പർ കാത്തിരുന്ന ചുങ്ങിയുമായി സംസാരിച്ചു. അന്നയും എല്ലാവരെയും പോലെ ഒരു രോഗിയാണെന്നും അവൾക്കും ഇനി അധിക സമയം ബാക്കിയില്ല എന്നുമായിരുന്നു അയാൾ പറഞ്ഞത്. ചുങ്ങിയെ അതേറെ വിഷമിപ്പിക്കുന്നതായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ അന്നയോട് അവന് ചെറിയ പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അന്ന് ആശുപത്രിയിൽ അന്നയുടെ ഒപ്പമിരുന്ന് ചുങ്ങി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി. ശേഷം ഡിസ്ചാർജ് ചെയ്ത് കെയർ ഫെസിലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് ചുങ്ങി പറഞ്ഞു, അന്ന അവളുടെ രോഗം ട്രീറ്റ് ചെയ്യണം, അല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. പക്ഷേ അന്ന പറഞ്ഞു, മുമ്പ് ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെയും ഞാനൊരുമാതിരി മരവിച്ച അവസ്ഥയിലായിരുന്നു, ജീവച്ചവം പോലെ. ഒക്കെ വേണ്ടെന്ന് വെച്ച് ഈ കെയർ ഫെസിലിറ്റിയിൽ കഴിയുമ്പോഴാണ് എനിക്കിപ്പോൾ ജീവിക്കുന്നതായി അനുഭവപ്പെടുന്നത്. എന്തായാലും രോഗം മാറില്ലല്ലോ, കുറച്ചുനാൾ ആയുസ് നീട്ടിക്കിട്ടിയേക്കാം, അത്രയല്ലേ ഉള്ളൂ. ഉള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി. ഏറ്റവും കുറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെയെങ്കിലും ഓരോ ദിവസവും എനിക്ക് തോന്നുമല്ലോ. അന്നയുടെ വാക്കുകൾ ചുങ്ങിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അടുത്ത ദിവസം ബാൻഡ് മെമ്പേഴ്സിനടുത്ത് അന്ന താനെഴുതിയ പുതിയ പാട്ടിന്റെ ലിറിക്സ് കൊണ്ടുകൊടുത്തു. ബാൻഡ് മെമ്പേഴ്സ് ആ വരികൾ വായിച്ചു. അത്രമേൽ ആഴത്തിലുള്ള മനസ്സിൽ തൊടുന്ന വരികളായിരുന്നു. രോഗാവസ്ഥയും പ്രതിരോധവും സ്വപ്നങ്ങളും ഉയർത്തെഴുന്നേൽപ്പുമടക്കം എല്ലാം അതിൽ അടങ്ങിച്ചേർന്നിരുന്നു. അത് ചുങ്ങിയുടെ അടുത്തെത്തി. അടുത്തത് ചുങ്ങിയുടെ ഊഴമാണ്. ആ സോങ് കമ്പോസ് ചെയ്യണം. ചുങ്ങി ആ സോങ് കമ്പോസ് ചെയ്തു. അന്നയുടെ വാക്കുകളിൽ ചുങ്ങിക്ക് വലിയൊരു ചേഞ്ച് തന്നെ സംഭവിച്ചിരുന്നു. ഉത്സാഹത്തോടെ കെയർ ഫെസിലിറ്റിയിലെ തന്റെ ജോലികൾ അവൻ ചെയ്യാൻ തുടങ്ങി. ഇത്രനാളും അവനതൊരു സർവീസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവനത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, അവിടെ ബർത്ത്ഡേ ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റിന് വേണ്ടി ചുങ്ങി ഒരു പാട്ട് പോലും പാടിക്കൊടുത്തു. ചുങ്ങിയുടെ പാട്ട് അത്രമേൽ മനസ്സിൽ തൊടുന്നതായിരുന്നു. ആ പാട്ട് കേട്ട ഏവരുടെയും മനസ്സിനെ അത് സ്പർശിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ധൈര്യം സംഭരിച്ച് ചുങ്ങിയെ തന്റെ അച്ഛനെ വിളിച്ചു. വർഷങ്ങളായി പല തെറ്റിദ്ധാരണകളുടെയും പേരിൽ അച്ഛനോട് ചുങ്ങി അകന്നു നിന്നതാണ്. അന്ന് സംസാരിച്ചപ്പോ തെറ്റിദ്ധാരണകളൊക്കെ മാറി. മുമ്പുള്ള തന്റെ ചിന്തകൾ തന്നെ എത്രമാത്രം തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരുന്നു എന്ന് ചുങ്ങി തിരിച്ചറിഞ്ഞു. അതിൽ നിന്നൊക്കെ അവന് മോചനം കൊടുത്തത് അന്നയുടെ വാക്കുകളായിരുന്നു. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ
തന്റെ തെറ്റിദ്ധാരണകൾ മാറിയതോടെ അവൻ അച്ഛനോട് ക്ഷമ ചോദിച്ചു. അവരിരുവരും വീണ്ടും ഒന്നിക്കുകയായിരുന്നു. അധികം വൈകാതെ ഫീനിക്സ് ബാൻഡിന്റെ ഓഡിഷൻ വരികയാണ്. ഹെഡ് നേഴ്സ് ഏവർക്കും ആശംസകൾ നേർന്നു. കൂട്ടത്തിൽ ഹെഡ് നേഴ്സ് ഒരു കാര്യം കൂടി പറഞ്ഞു. അടുത്ത ദിവസം ആ കെയർ ഫെസിലിറ്റിയിലെ ചുങ്ങിയുടെ സർവീസ് അവസാനിക്കുകയാണ്. അതവന്റെ അവസാന ദിവസമാണെന്ന് ചുങ്ങിക്കും ചെറിയ സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ സംസാരിക്കുന്നതിനിടയിൽ മൂസങ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി. മൂസങ്ങിന് വല്ലായികം നല്ല രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു. രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. പക്ഷേ ബാൻഡ് മെമ്പേഴ്സിനെ അവനത് അറിയിച്ചില്ല. ഹോസ്പീസ് സെന്ററിന് മേലുള്ള ഒരേ ഒരു പ്രതീക്ഷയാണ് ആ ഓഡീഷൻ. അതില്ലാതായാൽ ശരിയാവില്ല. വേദനയും രോഗാവസ്ഥയും കടിച്ചുപിടിച്ച് അതിൽ പങ്കെടുക്കാൻ മൂസങ് തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ഓഡീഷന് പോകുന്നതിന് മുമ്പ് ഹോസ്പീസ് സെന്ററിലെ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ഓഡീഷൻ നടക്കുന്നിടത്തേക്ക് അവർ എത്തിയപ്പോഴാകട്ടെ അവിടെ അതിനോടകം ഒരുപാട് ബാൻഡ് മെമ്പേഴ്സ് തന്നെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഫീനിക്സ് ബാൻഡിന്റെ ഊഴമെത്തി. അവർ പെർഫോം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ പെർഫോമൻസിനിടയിൽ ഒരു പ്രശ്നം പറ്റുകയാണ്. രോഗം മൂർച്ഛിച്ച മൂസങ് വയ്യാതെ താഴെ വീണു. മൂസങ് ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ആ ലെവലിൽ മാർക്കിട്ടാൽ ബാൻഡ് റിജക്റ്റ് ആകും എന്ന് ചുങ്ങിക്ക് അറിയാമായിരുന്നു. ചുങ്ങി ഓഡീഷൻ ജഡ്ജസിനെ കണ്ട് ബാൻഡിന് വേണ്ടി അപേക്ഷിക്കാൻ തുടങ്ങി. ഫീനിക്സ് ബാൻഡിന് പെർഫോം ചെയ്യാൻ ഒരു അവസരം കൂടി കൊടുക്കണം എന്നൊക്കെ അവൻ ആവശ്യപ്പെട്ടു. പക്ഷെ അതിന്റെ ഓർഗനൈസേഴ്സ് അത് സാധിക്കില്ല എന്ന് കട്ടായം പറയുകയായിരുന്നു ചെയ്തത്. ചുങ്ങി ആകെ നിരാശയിലാണ്ടു. ചുങ്ങി പിന്നാലെ തന്റെ ഇടത്തേക്ക് തിരികെ വന്നു. മാനേജർ അവനെ കണ്ട് സംസാരിച്ചു. അമേരിക്കയിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ പോകണം എന്ന കാര്യം അറിയിച്ചു. പക്ഷേ ചുങ്ങിയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. ആ ഹോസ്പീസ് സെന്ററും അവരെയൊക്കെയും വിട്ടുപോകാൻ ചുങ്ങി ഒരുക്കമായിരുന്നില്ല. ഫീനിക്സ് ബാൻഡ് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായതുപോലെ ആയിരുന്നു. അവനത് പറഞ്ഞതും മാനേജറെ അത് രോഷം കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ മാനേജർ ചുങ്ങിയോട് സംസാരിച്ചത് അങ്ങോട്ടേക്ക് എത്തിയ അന്ന കേട്ടിരുന്നു. മാനേജറുടെ വാക്കുകളിൽ ചുങ്ങി ഫീനിക്സ് ബാൻഡിന്റെ കൂടെ നിന്നത് ചുങ്ങിയുടെ നേട്ടത്തിന് മാത്രമാണ് എന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്നൊരു തോന്നൽ അന്നയ്ക്ക് വന്നു. ചുങ്ങി തങ്ങളെ മുതലെടുക്കുകയായിരുന്നുവെന്ന് അവരാരും കാണാതെ അന്ന അന്ന് തിരികെ പോന്നിരുന്നു. കെയർ ഫെസിലിറ്റിയിൽ ഉണർന്ന മൂസങ് ചുങ്ങിയെ ചോദിച്ചു. അടുത്തു നിന്നിരുന്ന അന്ന തണുപ്പം മട്ടിൽ പറഞ്ഞു, ചുങ്ങിയുടെ സർവീസൊക്കെ കഴിഞ്ഞു, അവനിനി തിരികെ വരുമൊന്നുമില്ല. കുറച്ചു സമയം പിന്നിട്ട് ചുങ്ങി കെയർ ഫെസിലിറ്റിയിലേക്ക് ഓടി വന്നിരുന്നു. ചുങ്ങി അന്നയെ കണ്ടു. പക്ഷേ അന്ന താൻ കേട്ട കാര്യങ്ങൾ വെച്ച് ചുങ്ങിയെ വിലയിരുത്തി. ചുങ്ങി തങ്ങളെ വെച്ച് മുതലെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും അത് തനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് അവനോട് ദേഷ്യം കാണിച്ചു. ആ തെറ്റിദ്ധാരണ കൊണ്ടും ഓഡീഷനിലെ പരാജയം കൊണ്ടും ബാൻഡ് മെമ്പേഴ്സ് വല്ലാതായി പോയിരുന്നു. അവരുടെ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റുമെന്ന് ചുങ്ങിക്കൊരു പിടുത്തവും കിട്ടിയില്ല. തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടും ചുങ്ങിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. മാനേജർ അടുത്ത ദിവസം നടക്കാനുള്ള പ്രസ് കോൺഫറൻസിനെ പറ്റി ചുങ്ങിയോട് പ്രത്യേകം എടുത്തു പറഞ്ഞു. അടുത്ത ദിവസം പ്രസ് കോൺഫറൻസ് നടക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മാനേജറായിരുന്നു കൂടുതലും മറുപടി പറഞ്ഞത്. അതിൽ ഫീനിക്സ് ബാൻഡിന്റെ ചോദ്യവും വന്നു. ആ സമയം മാനേജറെ മാറ്റി ചുങ്ങി ഇടപെട്ടു. സത്യങ്ങൾ മനസ്സ് തുറന്ന് ചുങ്ങി പറയാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ തന്റെ നേട്ടത്തിനു വേണ്ടിയാണ് താൻ ഫീനിക്സ് ബാൻഡിൽ ചേർന്നതെങ്കിലും പോകുന്തോറും അവരുമായി വല്ലാത്തൊരടുപ്പം തനിക്ക് രൂപപ്പെട്ടെന്നും അവരുടെ കഴിവിൽ തനിക്ക് വിശ്വാസം തോന്നി എന്നും ചുങ്ങി പറഞ്ഞു. പിന്നീട് പൂർണ്ണ മനസ്സോടെയാണ് താൻ അവർക്കൊപ്പം വർക്ക് ചെയ്തതെന്നും അതിലൊരു കള്ളത്തരവും ഉണ്ടായിരുന്നില്ല എന്നും അവൻ വ്യക്തമാക്കി. പിന്നാലെ ചുങ്ങി പറഞ്ഞു, ഫീനിക്സ് ബാൻഡ് ഹോസ്പീസ് സെന്ററിൽ വെച്ച് ഒരു കൺസേർട്ട് നടത്തുന്നുണ്ട്. വരുന്ന ശനിയാഴ്ച രാത്രിയാണ് അത് നടക്കുന്നത്. ഏറെ കഷ്ടതയിലൂടെ കടന്നുപോകുന്ന ആ ഹോസ്പീസ് സെന്ററിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ആ കൺസേർട്ടിൽ പങ്കെടുത്ത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തണം. ഞാനും അവരുടെ കൂടെയുണ്ടാകും. ചുങ്ങിയുടെ വാക്കുകൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ബാൻഡിനെ സപ്പോർട്ട് ചെയ്ത് ചുങ്ങി അത്തരത്തിൽ സംസാരിക്കുന്നത്. അവർക്ക് വേണ്ടി ഓഡിയൻസിനെ വിളിച്ചു വരുത്താൻ നോക്കുന്നത്. തന്റെ കരിയറിന് മുകളിൽ ആ ഹോസ്പീസ് സെന്ററിന് ചുങ്ങി പരിഗണന കൊടുക്കുന്നത് ഏവരുടെയും ഹൃദയത്തിൽ തൊട്ടിരുന്നു. ആ വാർത്ത വളരെ വേഗം വൈറലാവാൻ തുടങ്ങി. ചുങ്ങിയുടെ മനസ്സ് തുറന്നുള്ള പറച്ചിലും എല്ലാ വിവരങ്ങളും ഹോസ്പീസ് സെന്ററിലുള്ളവരും കണ്ടിരുന്നു. അവരുടെയും തെറ്റിദ്ധാരണകൾ മാറി. വൈകാതെ ഹോസ്പീസ് സെന്ററിലേക്ക് എത്തി വയ്യാതെ കിടന്നിരുന്ന മൂസിങ്ങിനെ ചുങ്ങി നേരിട്ട് കണ്ടു. നിറക്കണ്ണുകളോടെ ആത്മനിർവൃതിയോടെ തന്റെ ഡ്രം സ്റ്റിക്കുകൾ ചുങ്ങിയുടെ കയ്യിലേക്ക് മൂസങ് എടുത്തുകൊടുത്തു. ബാൻഡിനു വേണ്ടി തനിക്ക് പകരം അവനോട് പെർഫോം ചെയ്യാൻ പറയുകയായിരുന്നു അയാൾ. ആ ഒരു നിമിഷത്തിൽ അവിടെയുള്ള ഏവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അങ്ങനെ കൺസേർട്ടിന്റെ ദിവസം എത്തി. ഹോസ്പീസ് സെന്ററും ഫെസിലിറ്റിയും കൺസേർട്ടിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നെത്തിയത് അത്രമേൽ വലിയൊരു ജനക്കൂട്ടമായിരുന്നു.
വൈകാതെ ഇവന്റ് ആരംഭിക്കുകയായിരുന്നു. ഓരോ ബാൻഡ് മെമ്പേഴ്സും അവരെ പറ്റിയും അവർക്ക് പറയേണ്ടതും പറഞ്ഞു വെക്കുന്ന വീഡിയോസ് ആയിരുന്നു അത്. ആദ്യം ഓഡിയൻസിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ബോങ്ഷിക് ആയിരുന്നു. ബോങ്ഷിക് തന്റെ മനസ്സ് തുറന്നു. ബോങ്ഷിക്കിന് മാരകമായൊരു രോഗമുണ്ട്. ആ രോഗം കാരണം ബോങ്ഷിക്കിന് ഇനി ഒരുപാട് ആയുസില്ല. ഇതേ രോഗം കുട്ടിയായ തന്റെ മകളോടൊപ്പമുള്ള തന്റെ ജീവിതം തുടരുവാനും മകൾക്കൊപ്പം സമയം ചിലവഴിക്കാനുമുള്ള തന്റെ ആഗ്രഹമാണ് ഇല്ലാതാക്കിയത് എന്നേറെ വേദനയോടെ അയാൾ പറയുന്നുണ്ട്. അടുത്തത് അന്നയായിരുന്നു. ജീവിതത്തിൽ തനിച്ചായ തന്റെ അവസ്ഥയെപ്പറ്റി അന്ന പറഞ്ഞു. പാരന്റ്സിനെയൊക്കെ അവൾക്ക് വളരെ മുമ്പേ നഷ്ടപ്പെട്ടതായിരുന്നു. ആയുസ് നീട്ടിക്കിട്ടുമെങ്കിൽ ഒരിക്കലെങ്കിലും സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള തന്റെ ആഗ്രഹം അന്ന പങ്കുവച്ചു. അടുത്തത് ഹായുന്റെ ഊഴമായിരുന്നു. മാരകമായ രോഗമുള്ള ആ കൊച്ചുകുട്ടിയുടെ വാക്കുകൾ ഏവരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നുണ്ടായിരുന്നു. ചിരിയോടെ തന്റെ ജീവിതത്തെ, മുമ്പിൽ കാണുന്ന മരണത്തെ അവൾ പ്രതിരോധിച്ചു. രോഗം വന്ന് താൻ ഈ ലോകത്തോട് വിട പറഞ്ഞാലും തന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ പോലെ നല്ലൊരു മകളെ ദൈവം കൊടുക്കട്ടെ എന്ന ആഗ്രഹം അവൾ പങ്കുവെക്കുകയും അവർ തനിച്ചാവാതിരിക്കാനാണത് എന്ന് പറയുകയും ചെയ്തു. ആ വാക്കുകൾ ഏവരുടെയും ഹൃദയത്തിൽ തൊട്ടിരുന്നു. അടുത്തത് മൂസങ്ങിന്റെ ഊഴമായിരുന്നു. മൂസങ് തന്നെ തന്റെ ഈ അവസ്ഥയിൽ നോക്കിയ ഏവരോടും നന്ദി പറഞ്ഞു. ഓരോരുത്തരും തന്നോട് കാണിച്ച ദയയാണ് തന്റെ സന്തോഷത്തിന് കാരണമായത് എന്നവൻ പറഞ്ഞു വെച്ചു. ഇതേ സമയം കെയർ ഹോമിലെ ബെഡിൽ കിടക്കുകയായിരുന്ന മൂസങ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. അടുത്തതായി കെയർ ഫെസിലിറ്റിയിലെ ഒരമ്മയായിരുന്നു സംസാരിച്ചത്. രോഗിയായ അവർ തന്റെ മകനോട് ക്ഷമ ചോദിച്ചു. അവന്റെ വളർച്ചയിലും ജീവിതത്തിലും അവന്റെ കൂടെ നിൽക്കാൻ തനിക്ക് സാധിക്കാതെ പോകുന്നതിൽ അവനോടുള്ള ക്ഷമാപണം, അവനോടുള്ള സ്നേഹത്തിന്റെ കുത്തൊഴുക്ക് എല്ലാം ആ അമ്മയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവിടെ സാക്ഷിയായിരുന്ന ആ വീഡിയോസ് കണ്ട് ഓരോ കാണിയുടെയും ഹൃദയത്തിൽ അത് വലിയ ആഘാതം തന്നെ ചെലുത്തിയിരുന്നു. കണ്ണുകളിലൂടെ കണ്ണീരായി അത് പുറത്തു വന്നുകൊണ്ടിരുന്നു. ഏവരും ദുഃഖത്തോടെ ഇരുന്ന ആ സമയത്താണ് ഫീനിക്സ് ബാൻഡ് പെർഫോമൻസിനായി സ്റ്റേജിലേക്ക് എത്തുന്നത്. അവരെഴുതിയ ഗാനം പെർഫോം ചെയ്ത് തന്നെ അവർ ആരംഭിച്ചു. കേൾക്കുന്നവരുടെ മനസ്സിനെ തൊടുന്ന, മനസ്സിൽ പുതിയൊരു ഉണർവ് നൽകുന്ന വരികൾ അടങ്ങിയ ഗാനം. ബാൻഡിന്റെ പെർഫോമൻസ് അത്രയും മികച്ചതായിരുന്നു. കാണികൾ അത് അത്രമേൽ ആസ്വദിച്ചു. ആ പെർഫോമൻസും പരിപാടിയും സക്സസ് ആയതോടെ ഹോസ്പീസ് സെന്ററിന്റെ ബാധ്യതകൾക്കും വിരാമം കുറിക്കുകയായിരുന്നു. പിന്നീട് ഒരു പറ്റം ഫോട്ടോസാണ് കാണിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഹോസ്പീസ് സെന്ററിലൂടെ കടന്നുപോകുന്ന രോഗികൾ അടങ്ങിയ ഫീനിക്സ് ബാൻഡായിരുന്നു അത്. മാരക രോഗമുള്ള രോഗികൾ ഓരോ ഘട്ടത്തിലും മരണപ്പെടുമല്ലോ. പുതുതായി എത്തുന്നവരെ കൊണ്ട് ഫീനിക്സ് ബാൻഡ് വീണ്ടും ചുങ്ങിയെ പുനർജീവിപ്പിക്കും. എല്ലാ ബാൻഡിലും മെമ്പറായി ചുങ്ങിയെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ആ ഹോസ്പീസ് സെന്റർ വിട്ട്, ഫീനിക്സ് ബാൻഡ് വിട്ട് അവൻ പിന്നീട് പോയതേയില്ല. തന്റെ ജീവിതം തന്നെ ആ ഹോസ്പീസ് സെന്ററിനും ഫീനിക്സ് ബാൻഡിനും വേണ്ടി ചുങ്ങിയെ സമർപ്പിച്ചിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.